ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും ഉണ്ടാകാം. കരാർ ഒപ്പിട്ട 9 സിനിമകൾ എനിക്ക് നഷ്ടപ്പെട്ടു. ശോധാമേനോനാണ് ഈ പറയുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച പവർ ഗ്രൂപ്പിൽ പെണ്ണുങ്ങളും ഉണ്ടാകാമെന്ന നടി ശോധാമേനോൻ തനിക്കും വിലക്ക് നേരിട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു. കരാർ ഒപ്പിട്ട ശേഷം 9 സിനിമകൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ശോധാമേനോൻ പറഞ്ഞു. അനധികൃത വിലക്ക് എനിക്ക് നേരിട്ടിട്ടുണ്ട്. കരാർ ഒപ്പിട്ട 9 സിനിമകൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായത് അതിൻ്റെ ഭാഗമാകും. കരാർ ഒപ്പിട്ട സമയത്ത് ലഭിച്ച പൈസ എനിക്കും കിട്ടി, പക്ഷേ സിനിമകളൊന്നും നടന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടുമില്ല. പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ടാകാം. അതിൽ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും ഉണ്ടാകും. അവർ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. ടെലിവിഷൻ മാധ്യമത്തോട് ശോധ പറഞ്ഞു. സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് താൻ കുറേ വർഷങ്ങളായി പറയുന്നുണ്ട്. ഇതിനെതിരെ നമ്മൾ സ്വന്തമായി പോരാടണമെന്നും ഈ കാര്യത്തിൽ നമുക്കൊപ്പം ആരും ഉണ്ടാകത്തില്ലെന്നും ശോധ കൂട്ടിച്ചേർത്തു. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും പരസ്പരം പിന്തുണച്ച ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പുറത്തു വന്ന് പലതും തുറന്നു പറഞ്ഞേക്കും. ഞാൻ തന്നെ 10-12 കേസുകളിൽ പോരാടുന്ന ആളാണ്. നോ പറയേണ്ടടുത്ത് നോ പറയണം. എല്ലാവരും നല്ല കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. നോ പറയാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എല്ലാവരുടെയും സാഹചര്യം നമുക്കറിയില്ലല്ലോ, ശോധ പറഞ്ഞു. ഒരുപാട് സ്ത്രീകൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടറിയും. വേതനത്തിൻ്റെയും സമയത്തിൻ്റെയും ലൊക്കേഷൻ്റെയും കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ബോളിവുഡിലൊക്കെ അഭിനയിച്ചു വന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാനിതൊക്കെ ചോദിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ ചോദ്യവുമായി മുന്നോട്ട് വരണം. എടാ പോടാ ബന്ധമാണ് ഞാനുമായി എല്ലാവർക്കും ഉള്ളത്. മോശമായ കാര്യങ്ങളുണ്ടായ നോ പറയാനുള്ള ധൈര്യം പണ്ടുമുതലേ. അമ്മയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൈക്കിലൂടെ ഞാൻ ചോദിക്കാറുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയൂ എന്ന്. കാരണം ആ ചാൻസ് എപ്പോഴും കിട്ടില്ല. പക്ഷെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ശക്തമായി കൂടെ നിന്നിട്ടുള്ള ആളാണ് ഞാൻ. വർഷങ്ങളായി സിനിമ കിട്ടായിരുന്നതും അതിനുദാഹരണമാണ്. ശോധാമേനോൻ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് മണിയടിക്കുന്നു. സൂപ്പർ താരങ്ങളെ മണിയടിക്കുന്ന ഒരു ആളാണ് ശോധാമേനോൻ. പണ്ട് ഒരുപാട് മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെ എഴുതി എന്താ പറയുക, നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ശോധാമേനോൻ എന്തെങ്കിലും കാര്യം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണും തയ്യാറാവില്ല പറയാം. പിന്നെ ഇവർക്ക് എന്താ പറയുക, ഇവരൊന്നും വിശ്വസിക്കാൻ തോന്നുകയല്ല. എനിക്ക് തന്നെ ഇവർ പറയുന്നത് കേട്ടിട്ട് എന്തോ ഇതൊക്കെ സത്യമാണോ, ഇവർക്ക് പടമില്ലാതെ ഇരുന്നിട്ടുണ്ടോ, ഇവർക്ക് 9 സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.